Hello my lovely viewers, welcome back to my channel. അപ്പോൾ ഇന്ന് എനിക്ക് ബോർഡ് എക്സാം ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആയിപ്പോയി എൻ്റെ സ്കൂൾ ഷൂ. സോ അതെടുക്കാനായിട്ട് നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹലോ മൈ ഗൈസ്, അപ്പം ഞാൻ കമ്പ്യൂട്ടർ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എക്സാം കൊള്ളത്തതേ ഇല്ലായിരുന്നു, പക്ഷെ +2 കഴിഞ്ഞ് ഇവർ കുറച്ച് ഷൈ ഉള്ള കൂട്ടത്തിലാണ്. സോ ഞാൻ കാൻഡഡ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവരറിയാത്ത കൂട്ടിരിക്കുകയാണ്. സോ ആക്ടിങ് ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് +2 തീർന്നേ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ എക്സാം ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ അമ്മ വിളിക്കാൻ വരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ചേച്ചിയോ അച്ഛനോ ഉണ്ടായിരുന്നെങ്കിൽ കാറിൽ വിളിക്കാൻ വരും, ഇങ്ങനെ സ്വസ്ഥമായിട്ട് മലന്നിരുന്ന് പോകാവുന്നു. പക്ഷെ അമ്മ സ്കൂട്ടറിൽ വരുമ്പോഴത്തേക്ക് അവിടുന്നേ കുഴഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ ഇനി അത്രയും ട്രാവലും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ പൊന്നോ പുറവും നടുവും എല്ലാം കൂടെ വേനെടുക്കും. ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ചേച്ചിയാണ് പിക്ക് ചെയ്യാൻ വന്നത്. പിന്നെ ഇതുവരെയുള്ള എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ബിസിനസ് ഇംഗ്ലീഷും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എക്കണോമിക്സ് അക്കൗണ്ടൻസി ഒക്കെ ഒരു ആവറേജ്. പിന്നെ ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസ് തീരെയും കൊള്ളത്തില്ലായിരുന്നു. ഞാനൊന്നും പഠിച്ചതേ ഇല്ല നല്ലപോലെ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും നല്ല പാടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതില്ല. ഞാൻ നോക്കുമ്പോ എല്ലാരും കിടന്നുറങ്ങുന്നു. ഞാൻ ആദ്യമേ എഴുതി, അറിയാവുന്ന അത്ര എഴുതിച്ച് ഞാനും ഇവിടെ മാറിയിരിക്കുക. എന്റെ അടുത്ത് വന്ന് ടീച്ചർ ചോദിച്ച് എഴുതി കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. ആണോ? ഓക്കെ. പിന്നെ ഞാൻ നിർത്തിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടും എല്ലാരും ഞാൻ നോക്കിയപ്പം നിർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും കിടക്കുന്നു, എല്ലാരും ഉറങ്ങുകയായിരുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടർ എക്സാം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിശപ്പുണ്ട് എൻ്റെ പൊന്നോ. ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് 3 മണിയാവും. അപ്പം അത്രയും നേരം വിശന്ന് കരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പിന്നെ എനിക്ക് തീയല്, മോര്, അച്ചാറ് എല്ലാം ഉണ്ട്. ഇനി എന്നിട്ട് കഴിച്ചേച്ച് പോയി കിടന്ന് ഉറങ്ങണം. നല്ല സുഖം. എൻ്റെ ചേച്ചി അവിടെ ഫ്ലാറ്റായി ഉറങ്ങാൻ കയറി. ഇപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ബുക്ക് അഡിക്റ്റ് ആയതുകൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പതുക്കെ ഉറങ്ങിക്കോളും. അപ്പൊ ഇനി റീൽസ് ഒക്കെ കുറച്ച് നേരം തോണ്ടിയിരുന്നു. കിടന്നുറങ്ങണം. സിനിമയൊക്കെ കാണുന്നതിന് എന്തൊക്കെ ചെയ്യാ ഈ ബോർഡൊക്കെ കഴിഞ്ഞോണ്ട് എന്റെ പൊന്നോ. ഞാൻ സിനിമയൊക്കെ കാണുന്നുണ്ടായിരുന്നു, പഠിക്കാതെ സിനിമ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫ്രീഡം ഇല്ല. അമ്മ ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ കരുതി അയ്യോ ഇപ്പൊ അമ്മ വഴക്ക് പറയുമല്ലോ, ഇപ്പൊ അത് മാറ്റൊക്കെ പറയുമല്ലോ. അത് സോ അങ്ങനെ ഒരു ഇതിലായിരുന്നു. ഇനിയിപ്പം ഫ്രീ മൈൻഡ് ആയിട്ടിരുന്ന് കാണാം. ഞങ്ങളുടെ ചേച്ചിയുള്ളതാ ബുക്ക് വായിക്കുകയാണ്. ഞാൻ പക്ഷേ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഉറങ്ങി ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ. കണ്ണൊക്കെ എഴുതി എല്ലാം ഞാൻ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് പെർഫ്യൂം അടിക്കാം. ദിസ് ഈസ് മൈ ഫേവറേറ്റ് പെർഫ്യൂം. ആൻഡ് എനിക്കിങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പെർഫ്യൂംസ് ഇഷ്ടമാണ്. സോ റെഡി ആയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ പോവുകയാണ്. പൂജാബിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ ഞങ്ങൾ മാക്സ് ആൻഡ് സ്റ്റുഡിയോ പോവുകയാണ്. സോ ചേച്ചി നാളെ പോവുകയാണ്. ചേച്ചി മെനഞ്ഞാന്നാണ് വന്നത്, പക്ഷെ ചേച്ചി നീളത്തിന് പോവുകയാണ്. സോ ഷോപ്പിംഗ്. സോ വി ആർ ഗോയിങ് ടു കരുനാഗപ്പള്ളി. സോ അത് കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവും, വീട്ടിൽ പോവും.
ഇനി എന്താ റസ്ക് വാങ്ങിച്ചു. വിശക്കുന്നേ വാങ്ങിച്ച സ്ഥിതിക്ക് ഞാനും കൂടെ തിന്നെ. വയറ്റില് കൊക്കപ്പുഴാന്ന് തോന്നുന്നു എന്റെ ചേച്ചിയുടെ. എന്ത് ചെയ്യാനാ, ഫുൾ ടൈം വിശപ്പേ ഉള്ളു. അപ്പൊ ഞാൻ പാച്ചുവിന്റെ അടുത്ത് വന്ന് പാച്ചുപെണ്ണ് എന്തൊക്കെയോ പറഞ്ഞു. പാച്ചുപെണ്ണ് ആ എന്നാടാ ഉണ്ണി? ആ ഞാൻ വന്നപ്പോ ദാ 2 ചേച്ചിമാരും കൂടി കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ. പാച്ചുപെണ്ണിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഇനിയിപ്പൊ കുളിച്ചിട്ട് വരും. ഇതാണ് ഗൈസ് നമ്മുടെ പാച്ചുപെണ്ണ്. ഇതാണ് ചേച്ചിമാർ ഇവിടെ നിന്ന് കളിപ്പിച്ചുമാണ് പോരയിൽ നിന്ന് പാച്ചുപെണ്ണിനെ. നോക്കി എന്നിട്ട് നോക്കി. ഒരു ഹായ് പറയുമോ? ഹായ് പാച്ചുപെണ്ണ് പറഞ്ഞ ഇപ്പം ബൈ ഗൈസ്.